കോട്ടയത്തേക്കാണ് സാധാരണ നടപടിയുമായി എം ജി സർവകലാശാല VC. സർവകലാശാല യൂണിയന് നൽകിയ പണം തിരിച്ചടയ്ക്കാൻ ഉത്തരവിട്ടു. 2,85,250 രൂപ അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. നാഷണൽ കോൺഫറൻസ് പരിപാടി സർവകലാശാലയുടെ ഫണ്ട് വിനിയോഗിക്കാതെ നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യൂണിയൻ വെച്ച പാറ്റ ഫ്ലക്സ് എടുത്തു മാറ്റാത്തതിനാലാണ് നടപടി. അഖിൽ കെ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഖിൽ, അപ്പോൾ ഇത്തരത്തിൽ യൂണിയന് നൽകിയ പണം ഇങ്ങനെ തിരികെ ചോദിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ടാണ് സർവകലാശാല VC ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്? യൂണിയന്റെ തീരുമാനം എന്താണ്? ഷിയാസ്, അതൊരു അസാധാരണ നടപടിയെ തന്നെ വിലയിരുത്തേണ്ടി വരും. ഒരു പ്രതികാര നടപടി എന്നാണ് ഇതിനെ യൂണിയൻ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ സംഭവങ്ങൾ തുടക്കം എന്ന് പറയുന്നത് സർവകലാശാല ക്യാമ്പസിനകത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. അതായത് MG യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡാണ് ഇതിന്റെ പ്രചാരണാർത്ഥം സ്ഥാപിച്ചത്. ഇതാദ്യം എടുത്തു മാറ്റണമെന്ന് VC ആവശ്യപ്പെട്ടു. പക്ഷെ അത് എടുത്തു മാറ്റാൻ കഴിയില്ല എന്ന് യൂണിയൻ തിരിച്ചു മറുപടി നൽകി. പിന്നാലെ ഇത് എടുത്തു മാറ്റാതെ വന്നതോടെ രജിസ്ട്രാർ ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു കത്താണ് നൽകിയത്. ഈ മെയിൽ സന്ദേശത്തിൽ ഈ മുൻകൂറായിട്ട് നൽകിയിട്ടുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് നൽകിയിട്ടുള്ള 2,85,250 രൂപ തിരിച്ചടക്കണമെന്നൊരു കത്ത് 2 ദിവസം മുൻപ് നൽകി. അതിൽ തിരിച്ചു മറുപടിയായി തങ്ങൾ അച്ചടക്കപരമായിട്ടോ അല്ലെങ്കിൽ തങ്ങൾ നിയമത്തിനനുസൃതമല്ലാത്ത ഒരു പരിപാടിയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ നല്ല കാര്യങ്ങൾ നിയമാനുസൃതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മറുപടിയാണ് SFI നൽകിയത്. ഇതിന് പിന്നാലെയാണ്, ആ മറുപടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഒരു ഓർഡറായി തന്നെ, അതായത് സർവകലാശാല VC ഒരു കത്താണ് അത് നൽകിയതിൽ ഇപ്പോൾ ഒരു ഓർഡറായി തന്നെ VC ഇറക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ 2,85,250 രൂപയാണ് അഡ്വാൻസ് ആയിട്ട് SFI ഇതിനോടകം കൈപ്പറ്റിയിട്ടുള്ളത്. ആ തുക ഈ കോളേജ് യൂണിയൻ കൈപ്പറ്റിയിട്ടുള്ളത്, ആ തുക പൂർണ്ണമായും തിരിച്ചടക്കണം എന്നൊരു ഓർഡറാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അംഗീകരിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് എന്തായാലും കോളേജ് യൂണിയൻ, വിദ്യാർത്ഥി യൂണിയൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ VC ഈ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടികൾ കൂടി ഉണ്ടാകുമെന്നാണ് SFI നേതൃത്വം നൽകുന്ന ഈ സർവകലാശാല യൂണിയൻ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്.